സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയ്ക്കായി അരങ്ങേറ്റം കുറിച്ച് മാർക്കസ് റാഷ്ഫോർഡ്. പ്രീ സീസൺ സൗഹൃദ മത്സരത്തിലായിരുന്നു റാഷ്ഫോർഡിന്റെ അരങ്ങേറ്റം. മത്സരത്തിൽ വിസ്റ്റൽ കോബിനെ 1-3 ഗോളിന് തകർത്ത് കറ്റാലൻസ്. എറിക് ഗാർസിയ, റൂണി, പെഡ്രോ എന്നിവർ ബാഴ്സയ്ക്കായി വലകുലു. ബെൻ സ്റ്റോക്സിനേക്കാൾ മികച്ച ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെന്ന് മുൻ ഇന്ത്യൻ നായകൻ കപിൽ ദേവ്. താരങ്ങളെ താരതമ്യം ചെയ്യാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കപിൽ, സ്റ്റോക്സ് നല്ല ഓൾറൗണ്ടറാണെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് രവീന്ദ്ര ജഡേജ പുറത്തെടുക്കുന്നതെന്നും കപിൽ ദേവ് പറഞ്ഞു. മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമി സിൻസിനാറ്റി മത്സരം ഗോൾ രഹിത സമനിലയിൽ. സസ്പെൻഷനിലായ ലിയോണൽ മെസ്സിയും ജോഡി ആൽബയും ഇല്ലാതെയാണ് മയാമി ഇറങ്ങിയത്. ലീഗിൽ 42 പോയിന്റുമായി മയാമി 5-ാം സ്ഥാനത്താണ്. വനിതാ യൂറോ കപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ കരുത്തരായ സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. പരിക്കേറ്റ് പുറത്തായിരുന്ന മുന്നേറ്റ താരം ലോറൻ ജെയിംസ് തിരിച്ചെത്തിയത്. ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലണ്ട് കലാശപ്പോരിന് ഇറങ്ങുന്നത്. മത്സരം രാത്രി 9:30-ക്കാണ്. സെയിന്റ് ജേക്കബ് പാർക്കിലാണ് മത്സരം. ദുലീപ് ട്രോഫിക്കുള്ള സൗത്ത് സോൺ ടീമിൽ 5 മലയാളികൾ ഇടം പിടിച്ചു. തിലക് വർമ്മ നയിക്കുന്ന ടീമിൽ മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, ബേസിൽ NP, MT നിതീഷ്, ഏതൻ ആപ്പിൾ ടോം എന്നിവരാണ് ഉൾപ്പെട്ടത്. മുഹമ്മദ് അസറുദ്ദീനാണ് വൈസ് ക്യാപ്റ്റൻ. രഞ്ജി ഫൈനലിൽ മികച്ച പ്രകടനം നടത്തിയ സച്ചിൻ ബേബി ടീമിൽ ഇടം പിടിച്ചിട്ടില്ല.